നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അത്യന്തം നാടകീയം. അങ്ങനെയാണ് മത്സരം അവസാനിച്ചത്. ലൈറ്റ് ഡ്രാമ 1-1 സമനിലയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രെൻഫോർഡുമായിട്ട് പിരിഞ്ഞിരിക്കുന്നത്. കളിയിൽ മെയ്സൺ മൗണ്ടാണ് യുണൈറ്റഡിൻ്റെ ഗോൾ കണ്ടെത്തിയത്. എന്നാൽ ക്രിസ്റ്റോഫ് അയറാണ് ബ്രെൻഫോർഡിൻ്റെ സമനില ഗോൾ കണ്ടെത്തുന്നത്. ഈ മത്സരത്തിൽ 1-1 2 ഗോളുകളും പിറക്കുന്നത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലാണ്. പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ ഇങ്ങനെ 90 മിനിറ്റിന് ശേഷം ഇത്തരത്തിൽ ഗോളുകൾ പിറക്കുന്നത് വളരെ അപൂർവമാണ്. ഇതിനു മുമ്പ് ആഴ്സണൽ വേഴ്സസ് ലിവർപൂൾ മത്സരം 2011, വാറ്റ്ഫോർഡ് വേഴ്സസ് ലെസ്റ്റർ മത്സരം 2020, ഈ 2 തവണ മാത്രമേ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതായത് പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ ആകെ 3-ാം തവണയാണ് ഇത് സംഭവിക്കുന്നത് എന്നർത്ഥം. അതേസമയം ബ്രെൻഫോർഡ് നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കാഴ്ച കണ്ടു. 31 ഷോട്ടുകളാണ് ഈ മത്സരത്തിൽ അവർ അടിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് ഇങ്ങനെ 31 ഷോട്ടുകൾ കൺസീഡ് ചെയ്യുന്നത് 2003-2004 സീസൺ മുതലാണ് ഈ കണക്കുകൾ ഒപ്റ്റ ശേഖരിക്കുന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ബ്രെൻഫോർഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം സ്കോറിംഗ് അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കുന്നതും ആദ്യമായിട്ടാണ്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കണക്കുകൾ തന്ന മത്സരത്തിൽ മെയ്സൺ മൗണ്ട് ആണ് യുണൈറ്റഡിനായിട്ട് ഗോൾ അടിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ യുണൈറ്റഡിനായിട്ടുള്ള ആദ്യ പ്രീമിയർ ലീഗ് ഗോളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ബ്രെൻഫോർഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ടോണിയും ബീസയുമാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഹോയ്ലൻഡും റാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസും ഗർനാച്ചോയും ചേർന്നുകൊണ്ടാണ് ആദ്യ 11-ൽ ഇറങ്ങിക്കൊണ്ട് യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമാകുന്നു. രണ്ടാം പകുതിയുടെ അവസാനത്തിലാണ് ഈ ഡ്രാമകളൊക്കെ നടന്നതും മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചതും. ഇഞ്ചുറി ടൈമിൽ ആദ്യം ഗോൾ അടിച്ചത് യുണൈറ്റഡ് ആണ്. ഇഞ്ചുറി ടൈമിന് 6 മിനിറ്റ് സമയമാകുമ്പോൾ മെയ്സൺ മൗണ്ട്, കാസമിറോയുടെ അസിസ്റ്റിൽ നിന്ന് മെയ്സൺ മൗണ്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ആ ഗോളിന് വിജയിച്ചു എന്ന് കരുതിയതാണ് യുണൈറ്റഡ്. പക്ഷേ അവസാനം ക്രിസ്റ്റോഫ് അയർ ഗോൾ അടിച്ചതോടുകൂടി ബ്രെൻഫോർഡ് സമനില പിടിക്കുകയായിരുന്നു. മത്സരം സമനിലയായതോടെ 29 കളികളിൽ നിന്ന് 48 പോയിന്റുള്ള യുണൈറ്റഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.